ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്ന് കുറച്ച് അയില എടുത്ത് നല്ലതുപോലെ ഒന്ന് മുളക് ഇട്ടൊന്ന് വെച്ച് നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണ് കേട്ടോ. അത് മാത്രമല്ല മുട്ടയൊക്കെയുള്ള അയിലയാണ്. അപ്പോൾ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ രുചികരമായിരിക്കും അയില. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും, തേങ്ങ അരച്ച് വെച്ചാലും മുളകിട്ട് വെച്ചാലും ഇനി ഫ്രൈ ചെയ്താൽ കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് അയില ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തു വെക്കാം. അതിനുശേഷം നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തക്കാളിയുണ്ട്, കുടംപുളിയുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലുണ്ട്. അങ്ങനെ ഒരു മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മൺചട്ടിയിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ച് എടുക്കാം. പിന്നീട് അതിലേക്ക് ഒരല്പം ഉലുവയും, അതായത് ഒരു ചെറിയ ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 4-5 പച്ചമുളകും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു സവാള വലിയ പീസായിട്ട് അങ്ങോട്ട് മുറിച്ച് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, റൗണ്ടായിട്ടോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും. പിന്നീട് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും മീൻ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിട്ട മീൻ കറിയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതേപോലെ തേങ്ങ അരച്ച് വെക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് 1-2 അല്ലി ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ തക്കാളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതല്ല കറിക്ക് ഒന്നുകൂടെ കൊഴുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ 1-2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് മുളക് പൊടി, കാരണം നമ്മളുടെ ഇഷ്ടമാണ് മുളക് പൊടി എത്രത്തോളം ചേർക്കണമെന്ന്. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടാണ് ഇവിടെ നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത് മൊത്തത്തിൽ നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചമണം എല്ലാം മാറുന്നത് വരെയും. കണ്ടോ, നമ്മൾ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പോലും വെളിച്ചെണ്ണയുടെ യാതൊരു അംശവും പോലും കാണുന്നില്ല. അതാണ് കുറച്ച് മസാലകളൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം. ഇനി നമുക്കിതിലേക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന പുളി. അപ്പോൾ ഒരു കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 4-5 കഷ്ണം കുടംപുളി, അത് പുളി നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി കുടംപുളിയല്ല നമുക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തക്കാളി മാത്രം മതി എന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ട് നമുക്ക് കറി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇനി മാങ്ങയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ ഇട്ട് വെക്കാം. അതൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളുടെ കറിയുടെ ചാറുകളൊക്കെ ഏകദേശം കുറുകി നല്ലതുപോലെ ഒന്ന് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുളിയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പുളിയെല്ലാം ഇപ്പോൾ ഇളകി വന്നിട്ടുണ്ടാവും ചാറിലേക്ക്. ഇനി കുറച്ചുകൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വേകാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു ചാറായിട്ടാണ് നമ്മളിപ്പോൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ വലിയ തിക്കുള്ളത് വലിയ കുറുകിയ ചാറുള്ള കറിയൊന്നുമല്ല, ജസ്റ്റ് ഒരു അയിലക്കറി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറുകിയ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി അരച്ചത് ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി അരച്ച് ചേർക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ചാറിന് കൊഴുപ്പ് കൂടും. ഇനി നമുക്കിതിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അയില കഷ്ണങ്ങളുണ്ട്. അങ്ങനെ അയില കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ആ ചാറിലേക്ക് മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി മേളിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തണ്ടായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ല ഇനിയിപ്പോൾ ഉതിർത്ത കറിവേപ്പിലയാണ് നമ്മളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ചേർത്തതിന് ശേഷം മീനൊന്ന് വേവിച്ചതാ ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ പരിപാടി. അപ്പോൾ കണ്ടല്ലോ, മീൻ കറി എന്ന് പറയുന്നത് ഇതേപോലെയാണ് മീൻ മുളകിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വെച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും പച്ചയായിട്ടുള്ള മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചുമ്മാ ഉണ്ടാക്കി കഴിഞ്ഞാലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിപ്പോൾ മീൻ ഏത് വേണമെന്നൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഏത് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കാം. വളരെ പെട്ടെന്നും ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണിത്. ഇനിയിപ്പോൾ നമുക്ക് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചാറായിട്ട് തന്നെ ഇത് നീട്ടിയെടുക്കാം, അല്ലെങ്കിൽ കുറുക്കിയെടുക്കാം. അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ അയിലക്കറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏകദേശം ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ രുചികരമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. സ്നേഹത്തോടെ അല്ലു.